നിങ്ങളുടെ ശരീരങ്ങളിൽ അവ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് കൃത്യമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അപ്പൊ ചോദിക്കും, ബില്യൺ കണക്കിന് ആളുകളുണ്ടല്ലോ ഭൂമിയിൽ, 6 ബില്യൺ ആളുകളുണ്ടെന്നാ പറയും. ഇപ്പോൾ 6 ബില്യൺ ഹ്യൂമൻസ് ഓൺ എർത്ത്. ജീവജാലങ്ങൾ ഏറെ, ജന്തുക്കളുടെ ലോകം, മറൈൻ സ്പീഷീസ്, വെള്ളത്തിൽ കാണുന്ന ജീവികളുടേത് വേറെ, മനുഷ്യർ മാത്രം. ഇത്രയും മനുഷ്യരിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങളടക്കം, പരീക്ഷണങ്ങളടക്കം, മാനസികമായ പിരിമുറക്കങ്ങളടക്കം, ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്താൻ എങ്ങനെ കഴിയും? ഏത് സെർവറാണ് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. ദിസ് ഈസ് സോ ഈസി ഫോർ അല്ലാഹ്. ഇതൊരു വിഷയമല്ല അള്ളാഹുവിന് ഇത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത്, ഇത് സംവിധാനിക്കുക എന്ന് പറഞ്ഞത്. എന്തിനെന്നറിയോ? എന്തിനാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ലക്കൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന വിപത്തുകളിൽ മനംതൊന്ത് ഡിപ്രഷൻ അടിച്ച്, ടെൻഷൻ അടിച്ച് കരയരുത്, ടെൻഷൻ അടിച്ച് കഴിയരുത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹുവിന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല, ധിക്കാരം കാണിക്കുന്നവരെയും ഇഷ്ടമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാന്റെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനുഷ്യനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഖദർ ഖലാ എന്ന വിഷയം ഓർക്കണമേ. മലകളോളം നമ്മൾ അള്ളാഹുവിന് ദാനം ചെയ്താൽ പോലും, മണ്ണിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ സാഷ്ടാംഗം നമിച്ച് കടന്നാൽ പോലും ഒരു മനുഷ്യന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഖദറിലും ഖലായിലും വിശ്വസിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഖലാ ഖദർ? എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് ഹാപ്പൻസ് ബൈ ദ വിൽ ആൻഡ് പ്രീഡിറ്റർമിനേഷൻ ഓഫ് അല്ലാഹ്. ഇവിടെ നടക്കുന്നതെല്ലാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നൊരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കാതെ അവരുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആശ്വസിക്കാൻ നമുക്ക് ഒരുപാട് വകയുണ്ട്. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഫാരിജല്ലാഹു. ദുഃഖം കടിച്ചമർത്തി കഴിയുന്നവരെ, സങ്കടപ്പെട്ട് കഴിയുന്നവരെ, കണ്ണുനീരൊന്ന് തോരാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ, അബ്ശിർ ബിഖൈരിൻ, നന്മ വരുമെന്ന് സന്തോഷിച്ചോളൂ. ഫഇന്നൽ ഫാരിജല്ലാഹു, സർവേശ്വരനായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങളെ എന്നും വെച്ചേക്കില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെയല്ല പറഞ്ഞത്. അള്ളാഹു തന്നെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസങ്ങൾ എന്നും നിലനിൽക്കുകയില്ല, പ്രയാസം കഴിഞ്ഞാൽ ആശ്വാസം വരാനുണ്ടെന്ന്. അൽ യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശ വന്നു പോകുന്നുണ്ടല്ലേ, നിരാശപ്പെടുന്നുണ്ടല്ലേ? എന്നാണാവോ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക? എന്നാണാവോ ഒന്ന് രക്ഷപ്പെടുക? എന്നാണാവോ ഒരു മനസ്സമാധാനമുണ്ടാവുക എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ? പിശാചാണ് നിരാശ കൊണ്ടുവരുന്നത്, അവനെ വിശ്വസിക്കരുതേ. ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. അല്ലാഹു മതിയായവനല്ലയോ നിങ്ങൾക്ക്? അല്ലാഹു യുഹദിഥു ബഅദൽ കർബി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ കാശിഫല്ലാഹു.
പ്രയാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദം നൽകുന്ന, ആശ്വാസം നൽകുന്ന, സമാധാനം കൊണ്ടുവരുന്നവൻ അല്ലാഹുവല്ലയോ, എന്തിനാണ് വിഷമിക്കുന്നത്? അതുകൊണ്ട് ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറുള ബിഹി, ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറുള ബിഹി, ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു വല്ലാഹു. അതുകൊണ്ട് നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റുകൊണ്ടാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരും. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, പാപം ചെയ്തു റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവർ അവർ പാപം ചെയ്യാത്തവരെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ ഹദീസ് പറയുന്നത്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി, ഒരുപക്ഷെ അല്ലാഹു അതിന് പരീക്ഷണം നൽകാം. തെറ്റൊന്നും ചെയ്തതല്ല, എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ അവരുടെ ഈമാൻ ഖനമളക്കാൻ അല്ലാഹു പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫസിഖ് ബില്ലാഹി വറുള ബിഹി, ആശ്വസിക്കണം. ഇതെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ, ആ ഒരുത്തനാണ് അല്ലാഹു. വറുള ബിഹി, എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പൊരുത്തമെന്ന് പറയേ. ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു വല്ലാഹു, പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയുന്നത് അർശിന്റെ ഉടമസ്ഥനാണ്. വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. മുഅ്മിനേ, സന്തോഷത്തിൻ്റെ ഒരു നൗകയിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അല്ലാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാതെ വരും. പ്രയാസങ്ങളിൽ വേദനയിൽ കഴിയുന്ന ഒരു രോഗിക്ക്, ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിനെ ഓർക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട്? സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും അവർ ചൊല്ലുന്നുണ്ട്. എന്തേ? അല്ലാഹു നൽകുന്ന ആ ഒരു രോഗം അവർക്ക് ഖൈറായി മാറി. അവർ അല്ലാഹുവിനെ ഓർക്കുകയാണ് അതിലൂടെ. അതുകൊണ്ട് മുഅ്മിനേ, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്. പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമേ അല്ല. പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം ഹബീബായ നബി തങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചതാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വിയോഗം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഹദീസ് പറയുമല്ലോ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ റബീഉൽ അവ്വലുകളിൽ കൊച്ചുമക്കൾക്ക് ഓതുന്ന ഹദീസാണത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ പരിപൂർണമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ബന്ധുജനങ്ങളെക്കാൾ, മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം. കേട്ടിട്ടില്ലേ? എങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കള്, ബന്ധുജനങ്ങൾ, ഇവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇതിനേക്കാളും വലിയ മുസീബത്ത് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായതാണ്, എൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന് തിരിച്ചറിയുന്നത് വരേക്കും ഈമാൻ പരിപൂർണമാവുകയില്ല. ചേർത്ത് വായിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുത് തന്നെയാണ്. അല്ലാഹു പ്രയാസങ്ങളെ തീർത്തു തരട്ടെ. ഫഇന്നൽ കാശിഫല്ലാഹു, അല്ലാഹുവിനെ തീർത്തരാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ പരിഹരിക്കണേ തമ്പുരാനെ. എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമാണ്, ഇതിലും ഏറ്റവും വലിയ പ്രയാസമാണ് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായത്. അത് നമ്മൾ ആലോചിക്കണം, അത് ചിന്തിക്കണം. ഇതൊരു നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സഹാബി. 10 വർഷം ഹബീബിന്റെ വീട്ടില് ഹബീബിന്റെ കൂടെ ഖാദിമായി ജീവിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. ഒരുപാട് കാലം ഉമ്മത്തിന് ഇൽമ പറഞ്ഞു കൊടുത്ത സ്വഹാബി, ഹബീബിന്റെ വീട്ടിൽ വളർന്ന മോൻ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോന് വഫാത്തായപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക് വഖദ് റുദ്ദ ഇലൈക്. അല്ലാഹുവേ,
നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്. ആ മകനെ നീ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലേ. ഫർഫ ബിഹി, എൻ്റെ മോനോട് കരുണ കാണിക്കണേ. വർഹംഹു, നീ റഹ്മത്ത് ചൊരിയണമേ. വജാഫിൽ അർള അൻ ബദനിഹി, എൻ്റെ മോൻ്റെ ശരീരത്തിൽ ആശ്വാസമാകും വിധം ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ. ഞങ്ങൾ കടത്തുന്നത് ഇടുങ്ങിയ ഒരു ഷിഖിലാണ്, ഇടുങ്ങിയ ഒരു ഖബറാണത്. പടച്ചവനെ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ നിനക്ക് കഴിയുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, വല്ലിപ്പ വല്ലിമ്മമാരിൽ അല്ലാഹു അവരുടെയൊക്കെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വേണ്ടപ്പെട്ടവർ, റമീസിന്റെ ഉപ്പയുടെ ഉമ്മ കഴിഞ്ഞ വർഷം വഫാത്തായി. അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, അവരടക്കം ആ മഹദി അടക്കം ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ, ഈ പരിസര പ്രദേശ മഹല്ലുകളിലൊക്കെ ഉള്ളവര്, അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ഉമ്മച്ചികൾ, അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. വഫ്തഹ അബ്വാബസ് സമാഇ ലിറൂഹിഹി, എൻ്റെ മോൻ്റെ ആത്മാവിന് വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കണേ. വതഖബ്ബൽഹു ബിഖബൂലിൻ ഹസൻ, എൻ്റെ മോനെ നീ സ്വീകരിച്ചേക്കണേ എന്ന് പറഞ്ഞ് സുമ്മൻ സ്വറഫ, അനസ് റളിയല്ലാഹു അൻഹു ഖബറിനടന്ന് എഴുന്നേറ്റ് പോരുകയാണ്. ഫഅകല വശരിബ വദ്ദഹന, മഹാനവറുകൾ എണ്ണ തേച്ചു, കുളിച്ചു, വൃത്തിയായി ഭക്ഷണം കഴിച്ചു, ഒരു വേദനയുമില്ലാത്ത പോലെ. എന്തുകൊണ്ട്? ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിൻ്റെ തീരുമാനമാണത്. എൻ്റെ മോൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്, എൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്. അതുകൊണ്ട് റബ്ബ് തീരുമാനിച്ചു, അല്ലാഹു കൊണ്ടുപോയി. ഇതൊരു മുഅ്മിനിന് സാധിക്കുന്നൊരു അത്ഭുതമാണ്. അല്ലാത്തവർ വിഷമിച്ചു പോകും, ഈമാനില്ലാത്തവർ തളർന്നു പോകും.